മിഷ്കാത്ത് കിതാബുർ റിഖാഖ്, അതിലെ കിതാബുർ റിഖാഖിലെ 3-ാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. 47-ാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് കാണുന്നവർ പരമാവധി ഇതിലേക്ക്, ഈ ഇൽമിലേക്ക് ആൾക്കാരെ എത്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസല്ലേ, ഹദീസ് കേൾക്കാൻ പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഒരാളെങ്കിലും ഇത് കേൾപ്പിക്കാൻ ശ്രമിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അത് നമ്മളെപ്പോഴും ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള സമയം ചെലവഴിക്കുന്ന ആ സമയങ്ങളെല്ലാം അത് വലിയ ഇജാബത്തിന്റെ സമയമാണല്ലോ. ഒരുപാട് ഖൈറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതല്ലേ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الدنيا سجن المؤمن وجنة الكافر. നമ്മൾ പറഞ്ഞു. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يظلم مؤمنا حسنة يعطى بها في الدنيا ويجزى بها في الآخرة وأما الكافر فيطعم بحسنات ما عمل بها لله في الدنيا حتى إذا أفضى إلى الآخرة لم يكن له حسنة يجزى بها. رواه مسلم. ഒരു വിശ്വാസി അള്ളാഹു അക്രമിക്കുകയില്ല, ഹസനത്തിന് ഒരു നന്മക്കും അക്രമം ചെയ്യൂല, പ്രതിഫലം കൊടുക്കും, പ്രതിഫലം നഷ്ടപ്പെടുത്തും. അതായത് ലാ യുളയ്യു അജ്റ ഹസനത്തിൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ ഒരു നന്മയുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തൂല. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ ആശയം. യുഅ്താ ബിഹാ ഫിദ് ദുനിയ, ദുനിയാവില് അവൻ എന്ത് ചെയ്യും, അതുകൊണ്ട് അള്ളാഹു നൽകും. വയുജ്സാ ബിഹാ ഫിൽ ആഖിറ, ആഖിറത്തിൽ എത്തുന്ന സമയത്ത് അതിന് പ്രതിഫലവും നൽകും. വഅമ്മൽ കാഫിറു, അവിശ്വാസി, ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫിദ് ദുനിയ, ദുനിയാവിന് അവൻ ചെയ്യുന്ന നല്ലതിനൊക്കെ അള്ളാഹു എന്ത് നൽകും, അവന് ദുനിയാവിൽ അവൻ എന്ത് നൽകും, മിൻ ഇത്വാമി ഫഖീരിൻ, അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, അനാഥന് സഹായ ഗുണം ചെയ്യുക, പ്രയാസപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് നൽകും, ദുനിയാവിൽ അവന് എന്താണോ വേണ്ടത് അതൊക്കെ നൽകും. എന്നാൽ ആഖിറത്തിലെത്തിയാൽ ലം തക്കുൻ, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഹസനത്ത് യുജ്സാ ബിഹ, അവിടെ പ്രതിഫലം നൽകാൻ ഒന്നും ഉണ്ടാകൂല. റവാഹു മുസ്ലിം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം എന്താ, ഒരു അവിശ്വാസിക്ക്, ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പിന്നെ ഒരാള് എല്ലാ നന്മയും ചെയ്തു, അയാളെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുമോ, സ്രഷ്ടാവ് പടച്ചോ സ്വർഗത്തിൽ കടത്തുമോ? എന്താ, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വീടുണ്ടാക്കി, ഞാന് മക്കൾക്ക് ആവശ്യമായ ചെലവുകളൊക്കെ കൊടുത്തു വളർത്തി വലുതാക്കി. അപ്പൊ ഒരു ബുദ്ധി വെച്ചപ്പോ അവന് അവന്റെ നന്മയൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ അവനെ വാപ്പയായിട്ട് അംഗീകരിക്കുന്നില്ല. ഞാൻ അവന്റെ വാപ്പയായിട്ട് അവൻ അംഗീകരിക്കുന്നില്ല. അവൻ പിതാവാണെന്ന് അംഗീകരിക്കുന്നില്ല. ഈ വീട്ടിന്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് അവൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മോൻ, അവൻ എന്ത് നന്മ ചെയ്താലും എന്റെ വീട്ടിൽ അവന് ഇടമുണ്ടോ? ഇല്ല. എന്റെ വീട്ടിൽ അവന് ഇടമില്ല. എന്റെ അധികാരത്തെ അംഗീകരിക്കണം. എന്നെ അവൻ അറിയുന്നില്ല, എന്നെ അവൻ അറിയാൻ ശ്രമിക്കുന്നില്ല, എങ്കിൽ അവന് എന്റെ വീട്ടിൽ ഇടമുണ്ടോ? അത് ന്യായമല്ലേ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട് എന്താ? അവന്റെ സ്രഷ്ടാവ് ആരാണെന്ന് അറിയലാണ്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ്? ഈ പ്രപഞ്ചമല്ലാത്ത ഒരാളായിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് സ്പേസ് ഉണ്ടാവുക. ഇത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. മാറ്റർ ഈ ഒരു അളവുകോലിന് വിധേയപ്പെടുക. കാലം എന്ന് പറയുന്നത് എപ്പോഴുള്ളതാണ്? കാലം എന്ന് പറയുന്നത് നമ്മൾ അളക്കുന്നത് പോലും സൂര്യന്റെ ഉദയാസ്തമനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാലത്തെ അളക്കുന്നത്. അപ്പോ സമയം, കാലം എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. ഈ സൃഷ്ടിയുടെ ഭാഗമല്ലാത്തൊരു പടച്ചോനായിരിക്കണം ഇതിനെയെല്ലാം പടച്ചത്. നമ്മളെയും ഈ ലോകവും എല്ലാം പടച്ചത്
ഇതിന് വിധേയപ്പെടാത്ത ഒരു സൃഷ്ടാവായിരിക്കണം. അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ട്. ആ സൃഷ്ടാവാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. ഈ അള്ളാഹു ഉണ്ട് എന്നത് അംഗീകരിക്കണം. അതിന് അള്ളാഹു പ്രാമാണികമായ വഴിവെച്ചു. പരിശുദ്ധ ഇസ്ലാം ഇതിലേക്ക് മനുഷ്യനെ വിളിക്കുന്നത് ഏത് മനുഷ്യന്റെ വൈജ്ഞാനിക ബോധത്തെയും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. ഖുർആനിന്റെ ആദ്യ വാചകം മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ. ആ സൃഷ്ടിച്ച എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ച പദം നോക്ക് നിങ്ങൾ. പരിശുദ്ധ ഖുർആനിന്റെ ആ പദം എന്തുമാത്രം ശ്രദ്ധേയമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഖുർആനിന്റെ ആ പദപ്രയോഗത്തിന്റെ പ്രസക്തി എന്തുമാത്രം വലുതാണ്. സൂറത്തുൽ അലഖ് സൂറത്തുൽ അലഖ് കണ്ടോ? അലഖ് എന്നുള്ള പേര് വാക്കിന്റെ അർത്ഥം അട്ട എന്നാണ്. അവിടെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കൂ. എന്തൊരു എത്രമാത്രം ശാസ്ത്രീയമാണ് ആ പ്രയോഗം. സൃഷ്ടിച്ച എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശക്തിക്ക്, ഒരു വ്യക്തിക്ക് മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന അവകാശവാദം ഉണ്ടാകാൻ ഏതെങ്കിലും വകുപ്പുണ്ടോ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, ആ ഘട്ടം, മനുഷ്യന്റെ ആ ഒരു ഘട്ടം, ആരാണ് ആ കാലഘട്ടത്തിൽ ഈ ഘട്ടത്തെ കുറിച്ച് അറിയുന്നവർ? ഇല്ല. അലക്ക് മനുഷ്യന്റെ ഭ്രൂണത്തിൽ, ഗർഭപാത്രത്തിൽ മനുഷ്യൻ കിടക്കുന്ന ആ ഒരു അവസ്ഥ, ഭ്രൂണാവസ്ഥ, അത് ഇത്ര കൃത്യമായി ശാസ്ത്രീയമായി ഒരു സ്കാനിങ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെ പറയാൻ പറ്റി? ഈ യൂട്രസിന്റെ ഭിത്തിയില് ഈ ആദ്യത്തെ ആ ഭ്രൂണത്തിന്റെ രൂപം കിടക്കുന്ന രൂപം ഈ അലക്കാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റി? ഇത്ര കൃത്യമായി പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വിളിച്ച ഒരു ഒരു ലോകം, എന്തുമാത്രം അത്ഭുതമാണ്. വളരെ അത്ഭുതകരമായ ഒരു പദപ്രയോഗമാണ് അവിടെ എന്ത് ചെയ്തത്? പരിശുദ്ധ ഖുർആൻ നടത്തിയത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. സൂറത്തു അബസ, സൂറത്തു അബസയുടെ ഭാഗം നിങ്ങൾ നോക്കൂ. എത്ര ഭംഗിയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു, മനുഷ്യൻ, എന്തുമാത്രമാണ് മനുഷ്യന്റെ നഷ്ടം. കാരണം എന്താ? അവൻ എങ്ങനെ നന്ദികേട് കാണിക്കാൻ പറ്റുന്നത്? മനുഷ്യൻ നന്ദികേട് കാണിക്കണല്ലോ എന്നാണ് ആ പറയുന്നത്. എന്താ അതിന്റെ കാരണം പറയുന്നത്? മിൻ അയ്യി ശൈഇൻ ഖലഖഹു, ഏതൊരു വസ്തുവിൽ നിന്നാണ്. ഇവിടെ ഈ അയ്യി ശൈഇൻ എന്ന് നെക്കിറയായി ഉപയോഗിച്ച ഈ പദപ്രയോഗം, ഈ ശൈഇ എന്ന് ഉപയോഗിച്ച സമയത്ത് ഇവിടെ ഈ നെക്കിറയാക്കി ഉപയോഗിച്ച പദപ്രയോഗം അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വളരെ ചെറിയ വസ്തു, എന്തൊരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്നിട്ട് അതിന്റെ വിശദീകരണം കൊടുത്തു. മിന്നു തുഫത്തിൻ, അവിടെ ഉപയോഗിച്ചു ഇതുപോലെ തന്നെ ഒരു അലിഫ്ലാം ഇല്ലാതെ തെൻവീൻ ഉപയോഗിച്ചു. അതിന്റെ അർത്ഥം അത്രയും ചെറിയൊരു ബീജം. മിന്നു തുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ബീജത്തിൽ നിന്ന്. ഒരു ബീജം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചെറുതാണ്? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ്. ഒരു തവണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ബീജത്തിൽ, ശുക്ലത്തിൽ 50 കോടി ബീജമുണ്ട്. അതിലെ ഒരു ബീജം മാത്രമേ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ആവശ്യം വരുന്നുള്ളൂ. ഈ ബീജം, അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് ഫഖദ്ദറഹു, അവിടെ എന്തുൾപ്പെടുത്തി? ഒരു തഖ്ദീർ, വലിയ ഒരു പ്ലാനിങ്. ഇങ്ങനെ ആരാ ഇതൊക്കെ പറയാൻ മാത്രം? ഇങ്ങനെ പറഞ്ഞിട്ട് ക്ഷണിച്ച ഏത് ഒരു പ്രത്യയശാസ്ത്രമാണുള്ളത്? മനുഷ്യനെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച മതം,
ആ മതം, അതായത് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ മതത്തിന്റെ സമ്പൂർണ്ണ രൂപം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ഈ പദപ്രയോഗം ഏത് സയൻസിനാണ് ഇതിനെ അവഗണിക്കാൻ കഴിയുക? ഒരു സയൻസിനും അവഗണിക്കാൻ പറ്റാത്ത വിധം ക്ഷണിച്ച ഈ ഒരു ക്ഷണം സ്വീകരിക്കാതെ പിന്നെങ്ങനെയാണ് മനുഷ്യന് മൂല്യം ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് അതില്ലേ അവിടെ പ്രതിഫലത്തിന് പിന്നെ ഒന്നും ബാക്കിയൊന്നും ഉണ്ടാകൂല. അപ്പോ പ്രതിഫലം ബാക്കി ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? പ്രതിഫലം ബാക്കി ഉണ്ടാകണമെങ്കിൽ അവിടെ ഈ നന്മബോധത്തോടെ ജീവിക്കണം, നല്ലത് ചെയ്യണം, നല്ലതിന്റെ ആളാകണം. എന്നാൽ ആഖിറത്തിലെത്തുമ്പോൾ പ്രതിഫലം ഉണ്ടാകും. അല്ല, അവിശ്വാസിയായിട്ട് ജീവിച്ചാൽ ആഖിറത്തിലെത്തുമ്പോൾ പ്രതിഫലങ്ങളൊന്നും ബാക്കി കാണൂല. ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.